നമസ്കാരം. മേയർ ആര്യ രാജേന്ദ്രൻ്റെയും ഭർത്താവ് സച്ചിൻ ദേവ് MLA ധാർഷ്ട്യം ഒരു തുടർക്കഥയാണ് എന്ന് പറയേണ്ടി വരുന്നു. ഇരുവരുടെയും പെരുമാറ്റത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി ഒരു മധ്യവയസ്കൻ കൂടി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. വഴുതക്കാട് പാസ്പോർട്ട് ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് മേയറുടെ അധികാര ദുർവിനിയോഗത്തെ തുടർന്ന് ജോലി നഷ്ടമായത് എന്ന് പറയുന്നത്. നോ പാർക്കിംഗ് മേഖലയിൽ മേയറുടെ വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ജീവനക്കാരനായിട്ടുള്ള ചന്ദ്രബാബുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സംഭവം ഉണ്ടായി. മേയറും MLAയും ഭീഷണി മുഴക്കിയെന്നും ചന്ദ്രബാബു മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നോ പാർക്കിംഗ് ഏരിയയിൽ മേയർ കാർ പാർക്ക് ചെയ്തിരുന്നു. വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ടതോടെയാണ് തന്നോട് അവർ തട്ടിക്കയറിയത്. അകത്ത് വാഹനം പാർക്ക് ചെയ്യാൻ ആരെയാണ് വിളിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. വിളിച്ചന്വേഷിച്ച് അനുമതി വാങ്ങാനാണ് മേയർ അപ്പോൾ ആവശ്യപ്പെട്ടത്. വണ്ടി അകത്തേക്ക് കയറ്റി വിട്ടപ്പോൾ ഒപ്പം MLAയും കെയർടേക്കറും തൻ്റെ അടുത്തേക്ക് വരുന്നു. ഉദ്ദേശം എന്താണ് എന്ന് അവർ ചോദിച്ചു. അതിനുശേഷം മേയറുടെ ബോർഡ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് കണ്ടില്ലേ എന്നും അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവത്തിൻ്റെ പേരിൽ മേയർ പാസ്പോർട്ട് ഓഫീസറോട് ബഹളമുണ്ടാക്കുകയും ചെയ്തു. ഏജൻസിക്കാരോട് തന്നെ മാറ്റാൻ പറഞ്ഞു എന്നുകൂടി ഈ ചന്ദ്രബാബു പറയുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സെക്യൂരിറ്റിക്കാരന് ആവശ്യമില്ല. തന്നെ കൂടാതെ 10 പേരാണ് പാസ്പോർട്ട് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്നത്. താൻ പ്രതികരിച്ചാൽ അവരുടെ ജോലി കൂടി പോകും എന്ന് ഉറപ്പായതോടെയാണ് പരാതിയുമായി മുന്നോട്ട് പോകാതിരുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. KSRTC ഡ്രൈവർക്കുണ്ടായ ദുരനുഭവം അറിഞ്ഞതോടെയാണ് താൻ മേയർക്കെതിരെ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നത് എന്ന് ചന്ദ്രബാബു പറയുന്നുണ്ട്. അതേസമയം ഇപ്പോൾ കഴിഞ്ഞ ദിവസം KSRTC ഡ്രൈവർ കോടതിയിലെത്തുമ്പോൾ കേസ് ദേവൻ രാമേന്ദ്രൻ ബാധിക്കണമെന്ന് സോഷ്യൽ മീഡിയ അടക്കം പറയുന്നുണ്ട്. കേസ് നടത്താൻ പണം വേണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാമെന്നും സോഷ്യൽ മീഡിയയിലൂടെ വരുന്നുണ്ട്. KL 15A 763 എന്ന KSRTC ബസ്സിൽ 3 CCTV ക്യാമറയാണ് അതിനകത്തുള്ളത്. എന്നാൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കുവാനുള്ള മെമ്മറി കാർഡ് ആ ബസ്സിലില്ല. ഇതോടെ RPC 101 എന്ന നമ്പർ ബസ്സിലെ മെമ്മറി കാർഡിൽ ആശയക്കുഴപ്പം ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും റോഡിന് കുറുകെ കാറിട്ട് KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ നിർണായകമാണ് എന്നുള്ളതാണ്. ഈ ദൃശ്യം പരിശോധിക്കാനാണ് പോലീസ് തമ്പാനൂർ സ്റ്റാൻഡിലെത്തിയിരിക്കുന്നത്. ബസ്സിൽ പരിശോധിച്ച ശേഷം പോലീസാണ് മെമ്മറി കാർഡ് ഇല്ല എന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കേസിലെ നിർണായകമായിട്ടുള്ള തെളിവ് ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് KSRTCക്ക് കത്ത് നൽകിയിരുന്നു. തൃശ്ശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയത് അറിഞ്ഞാണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് തന്നെ. ബസ് അമിത വേഗത്തിലായിരുന്നോ, വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിലുമൊക്കെ ഈ CCTVയിലെ ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു എന്നുള്ളതാണ്. ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക KSRTC അധികൃതർ പോലീസിന് കൈമാറിയിട്ടുമുണ്ട്. ഇവരുടെയൊക്കെ മൊഴിയും രേഖപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ CCTV ദൃശ്യം നിർണായകമായിരുന്നു. പക്ഷേ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബസ് ഓടിക്കുമ്പോൾ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് യദു പറയുന്നത്. ഡ്രൈവറായിട്ടുള്ള യദു അങ്ങനെ പറയുന്നു. മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്നും യദു വിശദീകരിക്കുന്നുണ്ട്. തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇതെന്ന് യദു ഇപ്പോൾ പറയുന്നുണ്ട്. ആരെങ്കിലും മെമ്മറി കാർഡ് ഊരി മാറ്റിയിരിക്കാമെന്ന് തന്നെയാണ് ഡ്രൈവറുടെ വാദം. മേയർക്കും MLAയ്ക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡ്രൈവറായിട്ടുള്ള യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കന്റോൺമെൻറ്റ് പോലീസിന് നൽകിയ പരാതി, ആ പരാതി മുൻപ് നൽകിയിരുന്നു. ആ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് യദു ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുന്നത്. കേസെടുത്തില്ല എങ്കിലും മേയർക്കെതിരെ നിയമപോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഡ്രൈവർ റിപ്പോർട്ടും ആവർത്തിച്ച് പറയുന്നത്. മേയർക്ക് വേണ്ടിയാണ് അന്വേഷണം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണം തന്നെ. അതിനിടെയാണ് ഈ മെമ്മറി കാർഡ് നഷ്ടമായെന്ന് പോലീസ് തന്നെ അവകാശപ്പെടുന്നത്. അതിനിടെ ബസ് സർവീസ് തടഞ്ഞ മേയർക്കും MLAയ്ക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് KSU അടക്കമുള്ള സംഘടനകൾ പരാതി നൽകി. നടുറോഡിൽ ബസ്സിന് മുകളിൽ മേയറുടെ കാർ കുറുകെ നിർത്തിയതടക്കമുള്ള CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടി പ്രതിപക്ഷം ശക്തമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. വിഷയത്തിൽ KSRTC വിജിലൻസ് ഓഫീസറുടെ അന്വേഷണവും ഇപ്പോൾ സമാന്തരമായി നടന്നു വരികയാണ്. ഇതിനിടെയാണ് മെമ്മറി കാർഡ് നഷ്ടമാകുന്നത്. അതാണ് ഇപ്പോൾ ഒരു പുതിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതിനിടെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് മേധാവിക്കും മ്യൂസിയം പോലീസിനുമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ. KSRTC ബസ് ഡ്രൈവറുമായുള്ള പ്രശ്നങ്ങൾക്ക് പിന്നാലെ വലിയ സൈബർ ആക്രമണം തുടങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത്. സഹോദരനൊപ്പമുള്ള ചിത്രത്തിനും മാത്രമല്ല മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കും
അതിന് കീഴിലൊക്കെ അശ്ലീല കമൻറ്റുകൾ നിറയുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 27-ന് തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് സംഭവം നടന്നത്. KSRTC ബസ് ഡ്രൈവർ അദ്ദേഹം മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ കണ്ടോൺമെൻറ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും തന്നോട് മോശമായി പെരുമാറി എന്നുള്ള ആരോപണവുമായി ഡ്രൈവർ യദു രംഗത്തെത്തുകയായിരുന്നു ആ സമയത്ത്. അതോടുകൂടിയാണ് ഈ മേയറും യദുവും തമ്മിലുള്ള യുദ്ധം തെരുവിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായതും മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞ ചില പറഞ്ഞതൊക്കെ കളവുകളാണ് എന്ന് ദൃശ്യങ്ങൾ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബസ്സിന് കുറുകെയിട്ട് സിനിമാ സ്റ്റൈലിൽ ഈ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും കൂടെ ഉണ്ടായിരുന്ന ഒരു കെയർടേക്കറും അല്ലെങ്കിൽ ബന്ധുക്കാരും ഒക്കെ കൂടെ ചേർന്ന് യദു എന്ന് പറയപ്പെടുന്ന KSRTC ഡ്രൈവർക്കെതിരെ നടത്തിയ അശ്ലീല ആക്ഷേപങ്ങളടക്കം തന്തയ്ക്ക് വിളി അടക്കമുള്ളവ പൊതുസമൂഹം ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ഭർത്താവ് സച്ചിൻ ദേവിനെതിരെയൊക്കെ വലിയ സൈബർ ആക്രമണങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള രക്ഷപ്പെടുത്തലുകളാണ് ഇതിന് പിന്നിൽ, മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷപ്പെടുത്തുവാനുള്ള തന്ത്രങ്ങൾ പോലീസ് മെനയുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. അതായത് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് അടക്കം കാണാനില്ല, നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനെയും MLAയെയും രക്ഷിച്ചെടുക്കുവാനുള്ള കുതന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്നറിയേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ CPMൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ, പോലീസ് അനാസ്ഥ കാണിക്കുന്നുണ്ടോ, ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്.